ഇനിയും എന്റെ ജീവിതത്തിൽ സമയം ലഭിക്കുമല്ലോ എന്നുള്ള മിഥ്യാധാരണയോടുകൂടി നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മരണം ഇങ്ങനെ കടന്നു വരും. അപ്പോഴാണ് മനുഷ്യന് ബോധ്യം വരുന്നത്, പടച്ചോനെ എന്റെ സമയം തീർന്നല്ലോ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, എന്താ എന്റെ ജീവിതത്തിൽ ഒന്ന് നീട്ടിത്തരാത്തത്? എന്റെ ജീവിതത്തിൽ നീട്ടിത്തരാത്തത് എന്താ? ലഅല്ലി അമല സ്വാലിഹൻ ഫീമാ തറക്, എനിക്കെന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ ഒന്ന് നീട്ടിത്തന്നു കഴിഞ്ഞാൽ ലഅല്ലി അമല സ്വാലിഹൻ ഫീമാ തറക്, അല്ലാഹുവേ, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ളതെല്ലാം ഞാൻ ചെയ്യാം, എല്ലാം ഞാൻ ചെയ്യാമെന്ന് മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവധി നിശ്ചയിച്ചു തന്നാൽ, നിങ്ങളുടെ അജലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നീട്ടിത്തരുന്നതല്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വിലപിക്കും, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം വരുന്നതിന്റെ മുമ്പായി നിങ്ങളോട് ചിലവഴിക്കാൻ അല്ലാഹു നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? പിന്നെ എന്താണ് നിങ്ങൾ ചിലവഴിക്കാതിരുന്നത്? മരണത്തിന്റെ മലായിക്കത്തുകൾ നമ്മളെ റൂഹിനെ പിടിക്കാൻ വരുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെ ആകുലതപ്പെടുന്നത്, വേവലാതിപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, റബ്ബിന്റെ മറുപടി എന്താ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അവന്റെ വിധിയിൽ അവന്റെ ആയുസ്സിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നീട്ടിത്തരുന്നതല്ല. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഭയാനകരമായ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. നാളെ പരലോകത്തിന്റെ വിചാരണ കഴിഞ്ഞ് നരകത്തിന്റെ കവാടങ്ങളിലേക്ക് മനുഷ്യനിങ്ങനെ ആനയിക്കപ്പെടുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അബ്സർനാ, അല്ലാഹുവേ, ഞങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് നരകത്തിന്റെ കാഴ്ചകളെ. വസമിഅനാ, ഞങ്ങളിതാ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരകത്തിന്റെ ശബ്ദങ്ങളെയും നരകത്തിന്റെ ഭീകരമായ അവസ്ഥകളെയും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ, ഒന്ന് ഞങ്ങളെ മടക്കിയക്ക്, ജീവിതത്തിലേക്ക് നന്മകൾ ചെയ്യാൻ, ഞങ്ങൾ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം നൽകിയിട്ട് ഉപയോഗപ്പെടുത്താത്ത ഞങ്ങളുടെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹുവേ, ഒന്ന് ഞങ്ങളെ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വാസം വന്നിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസം വന്നിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിലേക്കൊന്ന് മടക്കിയയക്ക് റബ്ബേ എന്ന് മനുഷ്യൻ ഇങ്ങനെ വിലപിക്കുന്ന ഒരു രംഗമുണ്ട്. സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അവന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ അവനൊരു ധാരാളം സൽക്കർമ്മങ്ങളെ ചെയ്യാനുള്ള അവസരമായിട്ടാണ് റമദാൻ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചു കാലമേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരമുള്ളൂ. വളരെ കുറച്ചു കാലം മാത്രമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തിന്റെ പ്രായം എന്നുള്ളത് അമാറു ഉമ്മത്തി സിത്തീന വസബഊൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്നുള്ളത് 60-70 ഇടയിലാണ്. ആ ഒരു പ്രായപരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഓരോ റമദാനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളെ 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒരൊറ്റ രാത്രിയെ റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നുള്ള ഒരു രാത്രിയാണത്. ആ രാത്രിയുടെ പ്രത്യേകത എന്താ? ആ രാത്രിയിലെ ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. അതിലൊരു നോമ്പ്, അതിലെ ഖുർആൻ പാരായണം, അതിലെ ദാനധർമ്മങ്ങളൊക്കെ 1000 മാസം ഒരാള് നന്മ ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ ആ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ചില ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടൽ അഥവാ റമദാനിനെ വരവേൽക്കാം, അഹ്ല റമദാൻ എന്നുള്ള പേരിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ചില ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. നമ്മുടെ വീടുകളെ നമ്മൾ ഒരുക്കുന്നുണ്ട്. റമദാനിനു വേണ്ടി നമ്മുടെ വീടുകളെ വൃത്തിയാക്കി വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അതിന് ഏറ്റവും നന്നായി മനസ്സുകൊണ്ട് ഞാനും നിങ്ങളും ഒരുങ്ങുമ്പോൾ സഹോദരങ്ങളെ, ഇബാദത്ത് കൊണ്ടും ചില മാറ്റങ്ങൾ റമദാനിന് തൊട്ടു മുമ്പ് ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത്തേത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുക എന്നുള്ളതാണ്. പല ആളുകളും പറയുന്നത് കേൾക്കാം, റമദാനായിട്ട് നന്നാകാം, റമദാൻ വരട്ടെ എന്നിട്ടൊന്ന് ഉഷാറാകാം, റമദാനോടുകൂടി പള്ളിയിൽ ജമാഅത്തിനൊക്കെ ഒന്ന് പങ്കെടുക്കാം, റമദാനോടുകൂടി പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി തുടങ്ങാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. റമദാനായിട്ട് നന്നാകാം എന്ന ചിന്തയാണ് പലർക്കും ഉണ്ടാകാറുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നന്നായിട്ട് റമദാനിൽ പ്രവേശിക്കാമെന്ന രൂപത്തിൽ നമ്മുടെ ചിന്തയെ നാം ഓരോരുത്തരും മാറ്റേണ്ടതുണ്ട്. കാരണം മാനസിക ശുദ്ധി എന്നുള്ളത് ഏതൊരു പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ പാപങ്ങളെയും റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അല്ലാഹുവേ അറിയാതെ ചെയ്തു പോയതാ, അല്ലാഹുവേ ജീവിതത്തിന്റെ ചില അവസരങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെ പറ്റിപ്പോയി റബ്ബേ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു നൽകണേ എന്ന് തൗബ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പാപമോചനം തേടി ആത്മാർത്ഥമായ തൗബയിലൂടെ പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ, അതിലൂടെ റമദാനിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം തൗബ എന്നുള്ളത്, പാപമോചനം എന്നുള്ളത് അത്താഇബു മിനദ്ദംബ് കമൻ ലാ ദംബ ലഹു. ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങിയവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ റബ്ബിനോട് ഏറ്റുപറയാൻ, അല്ലാഹുവേ എനിക്ക് നീ പുറത്തിരണേ എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്, അല്ലാഹുവിന് ഇഷ്ടമുള്ള ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹു തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളെ എന്ന് വിളിച്ച് നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ റബ്ബിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ, അല്ലാഹു എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു പോയില്ലേ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ എന്നുള്ള ഒരു നിരാശയുണ്ടല്ലോ, അതൊരിക്കലും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകാൻ
നിങ്ങളുടെ റബ്ബ് സന്നദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ ഓരോ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് തന്റെ അടിമകളോട് ചോദിക്കുന്നുണ്ട്, ഇതാ എന്നോട് ചോദിക്കുന്നവരുണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റബ്ബിനേക്ക് ഏറ്റുപറയാനുള്ള ഒരു മനസ്സ്, ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ റമദാനിന് മുമ്പ് നമ്മുടെ പാപങ്ങളെ മുഴുവൻ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പടച്ചവനെ ചെയ്തു പോയി, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ പോകില്ല എന്നുള്ള ആ ഒരു നിശ്ചയത്തോടുകൂടി റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ പാപങ്ങളില്ലാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ റമദാനിനെ വരവേൽക്കാൻ മാനസികമായ തയ്യാറെടുപ്പുകൾ സഹോദരങ്ങളെ ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട്. രണ്ടാമത്തത്, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ നമ്മൾ ഓരോരുത്തരും വിളക്കി ചേർക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത്, ധാരാളം വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ ചെയ്ത്, ദാനധർമ്മങ്ങൾ നൽകി, നിസ്കാരം നിർവഹിച്ച്, ബുദ്ധിമുട്ടി നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലെത്തുമ്പോൾ ഇതിനൊന്നും നിനക്ക് പ്രതിഫലമില്ല എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥ നമുക്കൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ധാരാളം നന്മകൾ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ഒന്നും സ്വീകരിക്കപ്പെടാതെ ഒരിക്കലും നാം ആയിപ്പോകാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സഹോദരങ്ങളെ ബന്ധവിച്ഛേദനം എന്നുള്ളത്. പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ കുടുംബ ബന്ധം മുറിച്ചവന്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. റബ്ബ് ധാരാളം ബന്ധങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നുള്ളതാ. അവിടെ കുടുംബ ബന്ധം അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ എന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ആളുകൾ എന്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും കാണിക്കില്ല. അവരിങ്ങനെ ചെറിയ കാരണങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ എന്നെങ്ങനെ വിച്ഛേദിച്ചു കളയും കുടുംബ ബന്ധം. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തോട് പറയുന്നുണ്ട്, മൻ വസലകി വസൽതഹു, നീ ആരുമായാണോ ബന്ധം ചേർത്തത് അവനുമായി ഞാൻ ബന്ധം ചേർത്തിരിക്കുന്നു. വമൻ ഖതഅകി ഖതഅഹു, ഇതാ നിന്നെ ആരാണോ മുറിച്ചു കളഞ്ഞത് അവനുമായി ഞാനും ബന്ധം മുറിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പം സഹോദരങ്ങളെ, അല്ലാഹുവുമായി ബന്ധം മുറിഞ്ഞവരായി നാം നോമ്പെടുത്തിട്ട് എന്താണ് കാര്യം സഹോദരങ്ങളെ? അപ്പോൾ കുടുംബ ബന്ധങ്ങളെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ പരസ്പരം പോയി അത് പറഞ്ഞു തീർത്ത് സലാം പറഞ്ഞ് ബന്ധങ്ങളെ കൂട്ടിയിണക്കിയിട്ട് നാം റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനത്തിന് കുടുംബ ബന്ധം അനിവാര്യമാ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. തന്റെ സഹോദരങ്ങളുമായി തെറ്റി നിൽക്കുന്ന ആളുകൾ, തന്റെ മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്ന അവരെ നോക്കാത്ത ആളുകൾ, തന്റെ മക്കളുമായുള്ള പ്രശ്നങ്ങളിൽ, സ്വത്തിന്റെ തർക്കങ്ങളിലൊക്കെ ഏതൊക്കെ നിലയിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വീഴ്ത്തി നിസാരമായ അതിര് തർക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിസാരമായ വല്ല കാര്യത്തിന്റെയും പേരിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹം
സുബഹി നമസ്കാരത്തിനു ശേഷം പള്ളിയിൽ ഇങ്ങനെ അദ്ദേഹം തിരിഞ്ഞിരുന്ന് എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാ. എണീറ്റ് നിന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചിട്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എണീറ്റ് പോണം. എല്ലാവരും ഇങ്ങനെ നോക്കിക്കുക. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ സ്വരം കുറച്ച് കടുപ്പിച്ചു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എണീറ്റ് പോണം, ഈ സദസ്സിൽ നിന്ന് അവൻ ഇവിടുന്ന് പോണം, കുടുംബ ബന്ധം മുറിച്ചവനുണ്ടെങ്കിൽ. മൂന്നാമതും അദ്ദേഹം കുറച്ച് ദേഷ്യത്തിൽ തന്നെ പിന്നെ സദസ്സിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോ സഹാബികൾ ചോദിച്ചു, അബൂ ഹുറൈറ, താങ്കളെ ഇത്രത്തോളം ദേഷ്യപ്പെട്ടവനായി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? കുടുംബ ബന്ധം മുറിച്ചവൻ ആ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ അവിടെ ഇറങ്ങൂല, അവരുടെ പാപങ്ങൾ റബ്ബ് പുറത്തു കൊടുക്കൂല. ഒരാൾ ആ സദസ്സിലുണ്ടെങ്കിൽ അവരുടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന വിഷയമാണ് സഹോദരങ്ങളെ കുടുംബ ബന്ധം എന്നുള്ളത്. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ കുടുംബ ബന്ധം എന്നുള്ളത്. അതിനെ മുറിച്ച് അതുമായി തെറ്റി നിൽക്കുന്ന ആളുകൾ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഓരോ ആഴ്ചയിലും നമ്മുടെ കർമ്മങ്ങളെ റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങളെ എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നോക്കുന്ന രംഗുണ്ട്. റബ്ബ് മലായിക്കത്തുകളോട് ചോദിക്കുന്ന, എന്താണ് എന്റെ അടിമയുടെ അവസ്ഥ? അവനിങ്ങനെ കുടുംബ ബന്ധം വിച്ഛേദിച്ച് അല്ലെങ്കിൽ കുടുംബവുമായി തെറ്റി നിൽക്കുന്നവനാണ് റബ്ബ് എന്ന് പറയുമ്പം, എന്നാ അവന്റെ കർമ്മങ്ങളെ മാറ്റിവെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നുള്ളതാ. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ് കുടുംബ ബന്ധം എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ഊന്നൽ നമ്മൾ നൽകേണ്ടതല്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ റമളാൻ വെറും പട്ടിണി മാത്രമായി പോകും. നോമ്പെടുക്കുന്നുണ്ട്, പട്ടിണി കിടക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്, എല്ലാ ജമാഅത്തിലും പങ്കെടുക്കുന്നുണ്ട്, ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സ്വീകരിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും കോപവും നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കുടികൊള്ളുന്നത്. വസഖ്തൽ റബ്ബി ഫീ സഖ്തൽ വാലിദൈൻ, അവരുടെ കോപത്തിലാണ് റബ്ബിന്റെ കോപമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കുടുംബവുമായി തെറ്റി നിൽക്കുന്ന ആളുകൾ, കുടുംബ ബന്ധം മുറിച്ചിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അവരുമായി, ഇനി അവരുടെ വാക്ക് തന്നെയാണ് പ്രശ്നം, ഞാനൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും സഹോദരങ്ങളെ, നാം ഓരോരുത്തരും വിശ്വാസികളല്ലേ, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് യാതൊരു നിലക്കും നമ്മുടെ അഭിമാനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഒന്നിനെയും കുറച്ചു കളയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, ഒന്ന് പോയി സലാം പറയാൻ, അവരുമായിട്ടൊന്ന് ബന്ധത്തെ ചേർക്കാൻ സഹോദരങ്ങളെ റമളാനിന്റെ മുമ്പ് അവസരവും സമയവും ഞാനും നിങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് പിണക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ കൂട്ടുകാരുമായി കുടുംബ ബന്ധം കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധമാണ് നമ്മുടെ കൂട്ടുകാർ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപാടുകളുടെ പേരിലൊക്കെ തെറ്റി നിൽക്കുന്ന അയൽപക്ക ബന്ധങ്ങൾ. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവത്തിൽ പഠിപ്പിച്ച ബന്ധമാണ് അയൽപക്ക ബന്ധം എന്നുള്ളത്. ഇന്ന് പലപ്പോഴും അല്ലെങ്കിൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിൽ അയൽപക്ക ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹി വസ്സലാമ അയൽപക്കവുമായുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ വസിയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചുപോയി, എന്റെ സ്വത്തിൽ നിന്നൊരു ഭാഗം
എന്റെ അയൽവാസിക്കും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ കരുതിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അത്രയും ബാധ്യതയുണ്ട് അയൽവാസിയോട്. സഹോദരങ്ങളെ, ആ അയൽവാസിയുമായി തെറ്റി നിൽക്കുന്ന ആളുകൾ, സഹപ്രവർത്തകരുമായി അങ്ങനെ തുടങ്ങി നാം ഇടപെടുന്ന ആളുകളുമായി പിണക്കമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മുസ്ലിം തന്റെ സഹോദരനുമായി 3 ദിവസത്തിലധികം പിണങ്ങിക്കഴിയാൻ പാടില്ല. ലാ യഹില്ലു റിജാലു അയ്യഹ്ജുറ അഖാഹു ഫൗക 3 ലയാലീൻ. തന്റെ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കൽ ഒരാൾക്ക് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ സഹോദരനുമായി തെറ്റി നിൽക്കുന്നവരുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, മനസ്സിൽ ആരോടും പകയോ അസൂയയോ ഇല്ലാതെ സത്യം മാത്രം പറയുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ രൂപത്തിലേക്ക് മാറാൻ, അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി റമദാനിനെ വരവേൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. പരസ്പരമുള്ള ഇടപാടുകൾ തീർക്കേണ്ടതുണ്ട്. നമ്മള് ഈ ലോകത്തുള്ള ഇടപാടുകൾ തീർത്താൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്റെ സംസാരങ്ങൾ കൊണ്ടോ ആരുടെയെങ്കിലും മനസ്സിനെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഭിമാനത്തെയോ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായി വിട്ടുവീഴ്ച ചെയ്ത് പൊരുത്തപ്പെടിപ്പിക്കാതെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവെക്കും. എന്നിട്ട് മക്കൾ ഇങ്ങനെ വിളിച്ചു പറയും, എന്റെ വാപ്പ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഇന്ന വ്യക്തി ആരോടെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടു മാപ്പാക്കി കൊടുക്കണമെന്ന് മക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരോ അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു രംഗം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. ഞാൻ അന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോ പറഞ്ഞതാണ്, നീ എനിക്ക് പുറത്തിറങ്ങണം എന്ന് പൊരുത്തപ്പെടിയിപ്പിച്ചിട്ടാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളും ഒരു ദിവസം ഉറങ്ങാൻ കിടക്കേണ്ടത്. കാരണം നാളെ മരിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് പുറത്ത് തന്നിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിട്ടുവീഴ്ച ചെയ്തു തരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി പള്ളിയിലേക്ക് വരുന്ന രംഗമുണ്ട്. കാലിങ്ങനെ വെച്ച് മദീന പള്ളിയുടെ മിമ്പറിന്റെ ചാര ഇരുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന് നിസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സഹാബികളോട്, അല്ലയോ സഹാബികളെ, ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇപ്പന്നോട് പ്രതികാരം ചെയ്യാം. കാരണം നിങ്ങളത് നാളത്തേക്ക് മാറ്റിവെക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിതാ ഉപദ്രവിക്കാൻ, എന്നെ തിരിച്ച് പ്രതികാരം ചെയ്യാൻ ഇതാ എന്റെ ശരീരം എപ്പോഴുണ്ട്, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ സഹോദരങ്ങളെ, ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ എന്തിനാണ് സഹോദരങ്ങളെ മസിൽ പിടിച്ചിരിക്കുന്നത്? ആരെ കാണിക്കാനാ? നാളെ രാവിലെ നമ്മുടെ മരണ വാർത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫോൺ കോളുകളിലൂടെ, മഹല്ല് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ അന്നാള് മരിച്ചുട്ടോ എന്ന് പറയുമ്പം അല്ലാഹുമ്മ ഔഫിർ ലഹു എന്ന് പറയാൻ അല്ലാഹു എനിക്ക് പുറത്തു കൊടുക്കണേ. സഹോദരങ്ങളെ, ബന്ധങ്ങളെ കൂട്ടിയിണക്കുക എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബന്ധങ്ങളുടെ കൂട്ടിയിണക്കം എന്നുള്ളത്. അതുകൊണ്ട് ആ ബന്ധങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി
ആ ബന്ധങ്ങളെ, പരസ്പരമുള്ള തെറ്റിദ്ധാരണകളെ ഒന്ന് പോയി സലാം പറഞ്ഞാൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. പലപ്പോഴും ആളുകൾക്കിടയിൽ ഈഗോ, ഓനാദ്യം വരട്ടെ, അല്ലെങ്കിൽ ഓനല്ലേ ആദ്യം തെറ്റിയത്, അല്ലെങ്കിൽ ഓനല്ലേ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവൻ എന്നോട് പറയട്ടെ എന്ന് കാത്തിരിക്കാതെ നാം വിശ്വാസികളാണ് എന്നുള്ള നിലക്ക് അങ്ങോട്ട് പോയി ഒന്ന് പുഞ്ചിരിച്ചാൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു സലാം അയച്ചാൽ പോലും ഇണങ്ങുന്ന ബന്ധങ്ങൾ ഇന്നും ഇണങ്ങാതെ വർഷങ്ങളായി പ്രതികാര ബുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നുള്ള ഗൗരവകരമായ ചിന്തയാണ് റമദാനിന്റെ മുന്നോടിയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും കൂട്ടിയിണക്കുക എന്നുള്ളത്, എല്ലാ പിണക്കങ്ങളെയും ഇണക്കങ്ങളായി മാറ്റുക എന്നുള്ളത് റമദാനിന്റെ മുന്നൊരുക്കമായി നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിന്റെ മുമ്പ്, സാധനങ്ങൾ വാങ്ങിവെക്കുന്നതിന്റെ മുമ്പ് നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഇണക്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, പരസ്പരം പോയി സഹകരിക്കുക എന്നുള്ളത്, സംസാരിക്കുക എന്നുള്ളത്, അത് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഞാൻ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു സമയം കണ്ടെത്തി, ഇനി പോകാൻ കഴിയില്ലേ, ഒന്ന് ഫോൺ എടുത്ത് വിളിച്ച് എന്താണ് വിശേഷമെന്ന് ചോദിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ സമയം നാം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ അവർ അശ്രദ്ധയിലായി കൊണ്ടിരിക്കുന്നു. അസ്സിഹ്ഹത്തു വൽ ഫറാഹ്, അതൊന്ന് അവന്റെ ആരോഗ്യവും അതേപോലെ തന്നെ അവന്റെ ഒഴിവു സമയവുമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാനിൽ ചെയ്തു തീർക്കാവുന്ന നന്മകൾക്കായി മുന്നൊരുക്കവും സമയക്രമീകരണവും നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചാറ്റ് റൂമുകളില്, അല്ലെങ്കിൽ ടിവിക്ക് മുമ്പിൽ, മൊബൈൽ ഗെയിമുകളിലൊക്കെ അനാവശ്യമായി സമയം ചെലവഴിക്കാൻ പാടില്ല. ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. അത്യാവശ്യമുള്ളത് മാത്രം അവിടെ ഉണ്ടായാൽ മതി. അതുകൊണ്ട് നമുക്ക് ഉപകാരമല്ലേ. ചില ആളുകളുണ്ട്, വാട്സപ്പില് 100 കണക്കിന് ഗ്രൂപ്പുകളുണ്ട്, എല്ലാത്തിലും കയറി ഇടപെടുന്ന ആളുകൾ. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് നമ്മുടെ സമയത്തെ ഏറ്റവും നന്നായി ആരാധനകൾക്കു വേണ്ടി, പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾക്കു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയത്തിന്റെ വിനിയോഗത്തിന് ഒരു ചാർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. ഇന്ന് ഇത്ര ആയത്തെനിക്ക് ഓതേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇബാദത്തുകൾ, ഇന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, ഇന്ന സുന്നത്തുകളൊക്കെ ഈ ദിവസം എനിക്ക് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ചാർട്ട്, അത് ഏറ്റവും നന്നായി സമയം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ആരാധനയുടെ മാസമാണ്. ആരാധന അർപ്പിക്കാൻ, സഹോദരങ്ങളെ, ആ ആരാധനകളിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുകയും നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷോപ്പിംഗ് എന്നുള്ളത്. പലപ്പോഴും റമദാൻ എന്നുള്ളത് ഷോപ്പിംഗിന്റെയും അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെയും തീറ്റയുടെയും മാസമായി പലപ്പോഴും ആളുകൾ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ കടി ഉണ്ടാക്കുകയാണ് ഏറ്റവും വലിയ ട്രെൻഡ് എന്നുള്ളത്. അതിനുവേണ്ടി അടുക്കളകളിലും അതേപോലെ തന്നെ അങ്ങാടികളിലും പോയി റമദാനിനെ ഇന്ന് ഇത്ര കടി ഉണ്ടാക്കണം, മത്സര, പരസ്പരം സ്റ്റാറ്റസ് ഇട്ട് ഇന്ന് ഇത്ര ഉണ്ടാക്കി, അതിന് ലൈക്ക് വാങ്ങുക എന്നുള്ള ഒരു ആനന്ദം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് പലപ്പോഴും ആളുകൾ മാറിയിട്ടുണ്ട്. ആരാധനകൾ ട്രെൻഡിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു കോപ്രായം കാണിച്ചാൽ അത് എനിക്കും കാണിക്കണം. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന ഒരു കോപ്രായാണ് കുടുംബങ്ങളൊക്കെ കടപ്പുറത്ത് പോയിട്ട് നോമ്പുറക്കുക എന്നുള്ളത്. ഒരു പായും അതേപോലെ തന്നെ കുറച്ച് ഭക്ഷണമായിട്ട് ഒരു വണ്ടി എടുത്തിട്ട് കുടുംബമൊക്കെ പോവുക, എന്നിട്ട് അവിടെ വിരിക്കുക, എന്നിട്ടത് അന്ന് മഗ്‌രിബ് നിസ്കരിക്കൂല, ഇശാവും ഉണ്ടാവില്ല, തറാവിയും ഉണ്ടാവില്ല. എന്നിട്ട് അത് ചില പാട്ടുകളൊക്കെ കയറ്റി റീൽസാക്കി
അതിങ്ങനെ ലൈന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴേക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ അതും ഞാനിങ്ങനെ കൊണ്ടാടുന്ന. ഇനി ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ എന്തൊക്കെ ട്രെൻഡുകളാ വരിക നമുക്കറിയില്ല. നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരാധനകൾ നിർവഹിക്കേണ്ട മാസമായ പരിശുദ്ധ റമദാനിൽ പലപ്പോഴും ആഹാരത്തിന്റെയും അല്ലെങ്കിൽ ഇതുപോലെ ട്രെൻഡുകളുടെയും ഒക്കെ മാസമായി പലപ്പോഴും ആചരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഓരോ തരത്തിലുള്ള സോഡകളും അതേപോലെ തന്നെ ഉപ്പിലിട്ടതുമായിട്ട് അങ്ങാടികൾ സജീവ. റമദാൻ എന്ന് പറഞ്ഞ കച്ചവടത്തിന്റെ മാസമായി പലപ്പോഴും കണ്ടു. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ അങ്ങാടികളില. അവർക്ക് തറാവി നിസ്കരിക്കണ്ട, അവർക്ക് ഫർദ് നിസ്കരിക്കണ്ട, അവര് അതിന്റെ ട്രെൻഡുകളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ നിഅമത്ത്, അവന്റെ സമയവും അവന്റെ ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് അതിനെ എങ്ങനെ ചിലവഴിച്ചു എന്ന് റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഉത്തരം പറയേണ്ടി വരും. അള്ളാന്റെ മുമ്പിൽ നമ്മൾ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സമയത്തെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇന്ന് ഇത്ര മതി എന്ന് തീരുമാനിക്കുക. അന്നൊരു കടി മതി, ഇന്നൊരു കടി മതി. ഒരുപാട് കഠിന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് അടുക്കളയിലായി പോകുന്ന സമയമാണ് റമദാനിന്റെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം എന്നുള്ളത്. രാവിലെയൊക്കെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ഉന്തിത്തള്ളി പറഞ്ഞയച്ച് പിന്നെ കുറച്ചു നേരം ഉറങ്ങി ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന്റെ പിന്നാലെ. ഒന്ന് ഖുർആൻ എടുത്തു നോക്കാനോ ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാനൊന്നും സമയം അവർക്കില്ല. അതിനവർ മുതിരുന്നില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരത്തെ കൃത്യമായി നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ ഒരു കാര്യങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി സമയത്തെ കൃത്യമായി ചാർട്ട് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ നൽകുമോ എന്ന് നമുക്കറിയില്ല. അടുത്ത റമദാനിൽ അല്ലെങ്കിൽ അടുത്ത റമദാൻ, ഈ റമദാൻ പൂർത്തിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകുമോ എന്ന് ആർക്കും തന്നെ അറിയില്ലല്ലോ. അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ റമദാനാണ് എന്നുള്ള ചിന്ത, ഇനി ഒരു റമദാൻ എന്റെ ജീവിതത്തിലേക്കില്ല എന്നുള്ള ചിന്ത സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക എന്തിനാണ് നോമ്പ് എന്നുള്ളത്. നോമ്പെന്തിനാ? വെറുതെ പട്ടിണി കടന്ന് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ശരിയാക്കി കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഒന്ന് കുറക്കാൻ ഒരു ഡയറ്റിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആരാധനയാണോ നോമ്പ് എന്നുള്ളത്? അല്ലല്ലോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിയമമാക്കിയ, നിർബന്ധമാക്കിയ കാര്യം അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, സ്വയം ശുദ്ധീകരണത്തിനുള്ള, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാനുള്ള ഒരവസരം കൂടി റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുമ്പോൾ ആ പരലോകത്തിൽ സുഖം കൊതിക്കുന്ന, പരലോക ജീവിതത്തെ ആഗ്രഹിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷ ഒരു റമദാനിൽ കൂടി ജീവിക്കുക എന്നുള്ളത്. കഴിഞ്ഞ റമദാനുകൾ എന്ത് നമുക്ക് നേടിത്തന്നു? കഴിഞ്ഞ റമദാനിൽ എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? എത്ര വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഖുർആൻ ഒന്ന് ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്? ഞാൻ അധ്വാനിച്ച എന്റെ സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുക്കാൻ, ദാനധർമ്മം ചെയ്യാൻ എത്ര എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊന്നിങ്ങനെ കണക്കുകൂട്ടി, പടച്ചോനെ ഈ റമദാൻ അതുപോലെ ആകാൻ പാടില്ല, കുറച്ചുകൂടി ഒന്നുകൂടി നന്നാക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്. പകൽ സമയത്ത് ഭക്ഷണപാനീയങ്ങളും രാത്രിയിൽ ആ രാത്രിയിലും പകലിലും ശാരീരിക വികാരങ്ങളെ അടക്കി വെച്ചതും മാത്രമാണോ കഴിഞ്ഞ റമദാനുകൾ കൊണ്ട് എനിക്ക് കിട്ടിയത്? അതല്ല, എന്റെ സ്വഭാവത്തിലും എന്റെ പെരുമാറ്റത്തിലും എന്റെ മതകർമാനുഷ്ഠാനങ്ങളിലുമൊക്കെ കൃത്യതയും കൂർമ്മതയും ഭക്തിയും സൂക്ഷ്മതയും പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, റയ്യാൻ എന്ന കവാടം
ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്നതാരാ? തന്റെ റമദാനിനെ, തന്റെ നോമ്പിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ കവാടങ്ങളിൽ നോമ്പുകാർക്ക് പ്രത്യേകമായി നൽകുന്ന വിശിഷ്ടമായ കവാടമാണ് റയ്യാൻ എന്നുള്ള കവാടം. ആ കവാടത്തിലൂടെ മലായിക്കത്തുകൾ നമ്മളെ സ്വാഗതം ചെയ്യും. ഇനിയോ ആ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവും നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ വലിയ അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെയാണ് നാം നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. സഹോദരങ്ങളെ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ജീവിതത്തിന്റെ അടിത്തറയാണ് തഖ്വ എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്നാണ് ഭാഷാർത്ഥം. എങ്ങനെ? കേവലമായ സൂക്ഷ്മത എന്നതിന്റെ അപ്പുറത്തേക്ക് ആരെ, എന്തിന്, എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന പദമാണ് തഖ്വ എന്നുള്ളത്. പണ്ഡിതന്മാര് തഖ്വയെ വിശദീകരിച്ചത്, തഖ്വക്ക് 3 ഇനങ്ങളുണ്ട്, പാർട്ടുകളുണ്ട്. ഒന്ന് ഈമാൻ ഉണ്ടാകണം. ഒരാളുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാകണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. രണ്ടാമത്തത് ഇഖ്ലാസാണ്, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ്, സൽക്കർമ്മങ്ങളാണ്. മൂന്നാമത്തത് ഇത്തിബാ ആണ്. ഇത് 3ഉം സംയോജിക്കുമ്പോൾ, ഇത് 3ഉം കൂടുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാവുള്ളൂ. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? സഹോദരങ്ങളെ, അള്ളാഹുവിനെയാണ് ഒരു മുസ്ലിം സൂക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരു മുസ്ലിം സൂക്ഷിക്കേണ്ടത്. തന്റെ യജമാനനായ നാഥനെ സൂക്ഷിക്കണമെങ്കിൽ അവനെ കുറിച്ചുള്ള അറിവ് എന്നുള്ളത് അനിവാര്യമാണ്. ആ അറിവിനാണ് ഈമാൻ എന്ന് പറയുക. റബ്ബിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയേണ്ടതുപോലെ അറിയാതിരിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം. മാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ ആളുകൾ കണക്കാക്കുന്നില്ല. എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു എന്നെങ്ങനെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. റബ്ബിനെ കുറിച്ച് പഠിക്കേണ്ട രൂപത്തിൽ അവർ പഠിച്ചിട്ടില്ല. അതാണ് പലപ്പോഴും മനുഷ്യരിൽ അധികവും ദൈവനിഷേധികളാണെന്നതിൽ നമുക്ക് സംശയമില്ലല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി മാഹാത്മ്യങ്ങൾ പലരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. ആ റമദാനുകളിൽ നമ്മൾ നേടിയെടുത്തൊരു ചൈതന്യമുണ്ട്. നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്ന ചീത്ത പറഞ്ഞ നമ്മൾ പറയും നോമ്പുകാരനാ. നമുക്ക് ക്ഷമിക്കാനുള്ളൊരു പവർ റമദാനിൽ നമുക്ക് കിട്ടി. വിട്ടുവീഴ്ച ചെയ്യാനുള്ള പവർ നമുക്ക് കിട്ടി. ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും, ഞാൻ ഭക്ഷിക്കുന്നത് ആരും കാണില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് അനുവദിക്കപ്പെട്ട ഇണ എന്റെ മുമ്പിൽ ഉണ്ടായിട്ടും ആ ഇണയിൽ നിന്നും മാറി നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഓരോ റമദാനിന്റെ നോമ്പുകളിലും എനിക്കൊരു സഹനത്തിന്റെ ശക്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റമദാൻ കഴിയുന്നതോടുകൂടി അതെല്ലാം നമ്മളിൽ നിന്നും ചോർന്നു പോകുന്ന, അല്ലെങ്കിൽ പലപ്പോഴും വീണ്ടും അധാർമികതയുടെ അതേപോലെ തന്നെ തെറ്റുകളുടെ ജീവിതത്തിലേക്ക് മടങ്ങുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാ. റബ്ബിനെ കുറിച്ച് അറിയാൻ, എന്റെ റബ്ബിനെ കുറിച്ച് പഠിക്കാൻ, എന്റെ റബ്ബ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ബസീറാണെന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാം കാണുന്നവനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നത് റബ്ബ് കാണുമല്ലോ എന്ന് വിചാരിച്ച ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ തന്റെ ഉമ്മയോട് മകള് പറയുന്ന മറുപടി ഉണ്ട്, ഉമ്മ, ഉമർ കണ്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആര് കണ്ടിട്ടില്ലെങ്കിലും ആര് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് ഇത് കാണുന്നില്ല ഉമ്മ എന്ന് ചോദിച്ച ആ പെൺകുട്ടിയുടെ ഈമാനാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് നമ്മെ ഉദ്ദേശിക്കുന്നത് തഖ്വയുള്ളവരാകാനാണെങ്കിൽ ആ തഖ്വയുടെ ഒന്നാമത്തെ ഇനമായ ഈമാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവുണ്ടാകുക. എന്നെ സംരക്ഷിക്കുന്നത്, എന്നെ ഏറ്റവും നന്നായി നോക്കുന്നത് എന്റെ റബ്ബ് മാത്രമാണ്. എന്റെ പ്രാർത്ഥനകൾക്കും എന്റെ അർത്ഥനകൾക്കും നേർച്ചകൾക്കും വഴിപാടുകൾക്കുമൊക്കെ അർഹൻ എന്റെ റബ്ബ് മാത്രമാണ്. അല്ലാഹുവിനോടല്ലാതെ ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള എന്റെ റബ്ബിനോട് പരീക്ഷണങ്ങളിലും എന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ അല്ലാ എന്ന് വിളിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരാളെയും ഞാൻ വിളിക്കില്ല എന്നുള്ള ആ ഒരു തീരുമാനമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, തഖ്വയുടെ രണ്ടാമത്തെ ഇനമാണ് ഇത്തിബാ എന്നുള്ളത്. എന്താണ് ഇത്തിബാ? അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ജീവിതത്തിനാണ് ഇത്തിബാ കൊണ്ട് അർത്ഥമാക്കുന്നത്. റബ്ബ് എന്താണോ നമ്മളോട് കൽപ്പിച്ചത്, എങ്ങനെ ജീവിക്കാനാണോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടത്, അതുപോലെ ജീവിക്കുക എന്നുള്ളത്. ആ ജീവിതത്തിനുള്ള മാനവരാശിയുടെ മാർഗദർശിനിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തെ മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ. പ്രവാചകനെ അനുധാവനം ചെയ്യുക, പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നതിലേക്ക് നിൽക്കുക, അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ, അതിൽ കുറവ് വരുത്താൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. കാരണം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളോട് വഹിയല്ലാതെ മറ്റൊന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിൽ കൂട്ടാനോ കുറക്കാനോ ഒരാൾക്കും അധികാരമോ അവകാശമോ ഇല്ല. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പ്രതിഫലം എന്നുള്ളത് നരകമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ പഠിപ്പിക്കാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഒരംശത്ത് പോലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ, റസൂലിനെ അനുസരിക്കുക. അത് ഏത് നല്ല കാര്യമാണെങ്കിലും, എത്ര നല്ല നോമ്പാണെങ്കിലും. കഴിഞ്ഞ ദിവസം ഇന്നലെ ബറാഅത്തിന്റെ നോമ്പുമായി പല ആളുകളും ബറാഅത്തിന്റെ നോമ്പെടുത്തു. സഹോദരങ്ങളെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ദീനിൽ അങ്ങനെ ഒരു നോമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ. ഇല്ല എങ്കിൽ എന്റെ പ്രവാചകന് പരിചയമില്ലാത്തത് വേണ്ട എന്ന് തീരുമാനിക്കാൻ. അവിടെയാണ് ഇത്തിബാ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോരാ, റസൂല് പറഞ്ഞതൊന്നും കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടാനുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊന്നും കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ച് ആളുകൾ ദീനിലേക്ക് പുതിയത് കടത്തി കിട്ടുമ്പം ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആരാണോ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞ വഴിയിലേക്ക് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചങ്ങോട്ട് വിടും. അവന്റെ സങ്കേതം എന്നുള്ളത് ജഹന്നമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഏതൊരു പ്രവർത്തനവും നിഷ്ഫലമാണ്, ശിക്ഷാർഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇത്തിബാ. പ്രവാചകൻ അനുധാവനം ചെയ്ത് മനസ്സാ വാച കർമ്മണ, അള്ളാന്റെ പ്രവാചകൻ അനുധാവനം ചെയ്യുക. പ്രവാചകൻ ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? സമിഅന
ഞാൻ കേട്ടു, അനുസരിച്ചു. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാടുണ്ടാകേണ്ടത്. ഞാൻ കേട്ടു, എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം എന്റെ ജീവിതത്തിലില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഞാനിപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരിപ്പോ എന്താ വിചാരിക്കുക, കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ എന്ന് വിചാരിച്ച് കൂടെ കൂടികളാകാനല്ല. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമിഅന, ഞാൻ കേട്ടു, വഅതഅന, അനുസരിച്ചു. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു നിലപാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ ഇനമായി പണ്ഡിതന്മാര് പറഞ്ഞത് ഇഖ്ലാസ. സഹോദരൻ, എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആരാധനയാണ്. അതല്ലാത്ത ധാരാളം ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ പണമോ പ്രതാപമോ സ്ഥാനമാനങ്ങളോ അംഗീകാരമോ ആരുടെയെങ്കിലും പ്രേമമോ നമ്മുടെ കർമ്മത്തെ മലീനസമാക്കാൻ പാടില്ല. ആളുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുക. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഖ്ലിസായിക്കൊണ്ട്, നിഷ്കളങ്കമായിക്കൊണ്ട്, ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅത്തുസ് സകാത്ത് വദാലിക ദീനുൽ ഖയ്യിം. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. നിഷ്കളങ്കമായി ചെയ്യുക എന്നുള്ളത്. ഏത് പ്രവർത്തനം റബ്ബ് കാണണം, എനിക്കെന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന ചിന്തയാണ് സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഖുലിന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരാകട്ടെ, അതേപോലെ തന്നെ എന്റെ ജീവിതമാകട്ടെ, എന്റെ ദാനധർമ്മങ്ങളാകട്ടെ, എന്റെ ബലിയാകട്ടെ, എന്റെ മരണമാകട്ടെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാർക്കുള്ളതാ? അള്ളാഹ്ക്കുള്ളതാണ്. അതാണ് സഹോദരങ്ങളെ ഇഖ്ലാസ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് വചനങ്ങളിലായിരിക്കണം ഏതൊരു വിശ്വാസിയുടെയും കർമ്മങ്ങളുടെ പ്രചോദനം എന്നുള്ളത്. കാരണം ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത് ശിർക്കിന്റെ ഗണത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മൻ സല്ലയുറാനി ഫഖദ് അശ്റക്. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ നിസ്കരിച്ചാൽ, ആളുകളെ പ്രശംസ ലഭിക്കാൻ, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയാൻ, ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് ആരെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ നിസ്കാരമെങ്കിൽ ഫഖദ് അശ്റക്, അവൻ ശിർക്ക് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ സാമ യുറാനി ഫഖദ് അശ്റക്. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നോറ്റതെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു, അല്ലാഹുവിൽ പങ്കു ചേർത്തു. വമൻ തസദ്ദഖ യുറാനി ഫഖദ് അശ്റക്. ആരെങ്കിലും ദാനധർമ്മം നിർവഹിച്ചത് ആളുകളുടെ പ്രശംസ കിട്ടാൻ, നാട്ടിൽ ആളുകൾക്കിടയിൽ അംഗീകാരം ഉണ്ടാകാൻ, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയാൻ, എന്റെ ഫോട്ടോ വെച്ച് സ്റ്റാറ്റസ് ഇടാൻ, ഇന്നാളെ സഹായിച്ചു, ഇന്നാൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയാൻ, ആളുകൾ എനിക്ക് മഹല്ലിൽ കുറച്ച് സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ സെക്രട്ടറി ആകണം, പള്ളിയുടെ ഭാരവാഹികൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റു നിൽക്കണം എന്നുള്ള ചിന്തയാണ് നമ്മുടെ കർമ്മങ്ങളെങ്കിൽ സഹോദരങ്ങളെ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയുടെ കർമ്മങ്ങളെല്ലാം പ്രകാശപൂരിതമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു എന്ത് എന്നും അവൻ അതിനെനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള വിശ്വാസമാണ്. വിശുദ്ധ ഖുർആനിൽ മതത്തെ നിഷേധിക്കുന്ന മുനാഫിക്കുകളെയും സത്യനിഷേധികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ സ്വഭാവം അല്ലാഹു പറയുന്നത് എന്താ? അല്ലദീനഹും യുറാഊൻ. അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാ ചെയ്യുന്നത്. എന്തിനാ നോമ്പെടുക്കുന്നത്? നോമ്പെടുത്തിട്ടില്ല. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ എന്താ പറയാ, എന്താ നിസ്കരിക്കാത്തത്? പള്ളിയിലേക്ക് ഇങ്ങനെ പള്ളി ഇത്ര എടുത്തുണ്ടായിട്ട് ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പഠിച്ചവന ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയും? ഒരു കല്യാണം ആലോചിച്ചു വരുമ്പോ അല്ലെങ്കിൽ ആ കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോ അതൊന്നും പള്ളിയിലൊന്നും പോകാത്ത കുടുംബം, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുകയും നിസ്കരിക്കുകയും അല്ലെങ്കിൽ ആളുകളെ സഹായിക്കുന്നത്
എന്നെ കുറിച്ച് എനിക്ക് ഈ പഞ്ചായത്തിൽ മെമ്പർ ആകണമെങ്കിൽ കുറച്ച് ആളുകളൊക്കെ സഹായിക്കണം, അതുകൊണ്ട് ചെയ്യാം. എനിക്ക് എന്റെ ജീവിതത്തിൽ ആളുകൾ എന്നെ കുറിച്ചൊന്ന് അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെ നല്ലത് ചെയ്തുകൊണ്ട് ആളുകൾ അംഗീകാരത്തിനു വേണ്ടി, ആളുകളുടെ പ്രശംസക്ക് വേണ്ടി, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെയെങ്കിലൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുക. അതേത് കർമ്മമാകട്ടെ, ഏത് കർമ്മമാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തായത്ത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നാളെ പരലോകത്ത് അല്ലാഹുവിനെ കാണുന്നു, മനുഷ്യൻ കാണും, വിശ്വാസികൾ അല്ലാഹുവിനെ കാണുന്ന രംഗണ്ട് പരലോകത്ത്. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എത്ര വ്യക്തമായ ആളുകൾ കാണുമോ അതുപോലെ നമ്മുടെ റബ്ബിനെ ഓരോ മനുഷ്യരും കാണുമെന്നുള്ളതാ. വിശ്വാസികൾക്ക് കാണാനുള്ള അവസരമുണ്ട്. പക്ഷേ ആ അവസരം നഷ്ടപ്പെടുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, നല്ലത് ചെയ്തോ, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ കാലത്ത് ഒരു യുദ്ധം നടക്കുമ്പോ ഒരു സഹാബി വന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എന്നെ താങ്കൾ യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തണം, കാരണം ഞാൻ യുദ്ധതന്ത്രമൊക്കെ പഠിച്ച ആളാ, അതുകൊണ്ട് എന്നെ താങ്കൾ യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തി കഴിഞ്ഞാൽ എന്റെ യുദ്ധത്തിന്റെ പോരാട്ട വീര്യം, എന്റെ ആ ഒരു പരിചയ സമ്പത്തൊക്കെ ആളുകൾ കാണുമല്ലോ എന്നുള്ള രൂപത്തിൽ ആ സഹാബി സംസാരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്. ഇതാ, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ എനിക്ക് റബ്ബിനെ കാണാൻ പറ്റൂല. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്അറാണ്, ചെറിയ ശിർക്കിനെയാണ്. സഹാബികൾ ചോദിച്ചല്ലയോ പ്രവാചകരെ, എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അത് റിയാ ആണ്, ലോകമാന്യമാണ്. ലോകമാന്യം എന്ന് പറഞ്ഞാൽ ഇതാ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അത് ഒരാളും കാണാൻ വേണ്ടിയിട്ടല്ല, റബ്ബിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്